AKTA കൂർക്കഞ്ചേരി ഏരിയ കൺവെൻഷൻ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജലജ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. അതായത് ക്ഷേമനിധി അംശാദായം അടയ്ക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് അല്ലെ, അതൊക്കെ കേട്ടിട്ടാണ് നമ്മളിവിടെ ഈ ക്ഷേമനിധിയിലകത്ത് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ അവസ്ഥകളാണ് ഇന്ന് ക്ഷേമനിധി ബോർഡ് നമ്മളോട്, അതായത് തയ്യൽക്കാരായ നമ്മളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ 31-ാം തീയതി നമ്മൾ സമരം നടത്തുകയുണ്ടായി. കുറച്ച് ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തൃശ്ശൂര് കേരളത്തിലെ മുഴുവൻ 14 ജില്ലകളിലെയും ക്ഷേമനിധി ബോർഡുകൾക്ക് മുമ്പിലാണ് നമ്മൾ സമരം നടത്തിയത്. അവിടെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റിട്ടയർമെന്റ് ആനുകൂല്യം അല്ലെ, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 10 രൂപ അംശാദായം അടയ്ക്കുന്ന കാലത്ത്, അതായത് 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ 60 വയസ്സാവുന്ന ഒരാൾക്ക്, അതായത് 42 വർഷം ക്ഷേമനിധി അടയ്ക്കുന്ന ഒരാൾക്ക് 60,000 രൂപ നമുക്ക് ക്ഷേമനിധിയുടെ ആനുകൂല്യം അല്ലെ, റിട്ടയർമെന്റ് തുക നമുക്ക് ലഭിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18 വർഷം മുതൽ 60 വയസ്സ്, 18-ാം വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ അടയ്ക്കുന്ന ആളുകൾക്കാണ്. കണിമംഗലം EMS ഹാളിൽ നടന്ന കൺവെൻഷനിൽ ഏരിയ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. തൊഴിലാളികൾക്ക് ഇരട്ട പെൻഷൻ ലഭ്യമാക്കുക, പെൻഷൻ സമയത്ത് തുക പലിശയടക്കം കുടിശ്ശികയില്ലാതെ ലഭ്യമാക്കണമെന്നും കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു.